18 ദിവസങ്ങൾ മാത്രമായിരിക്കും ഈ ഓഗസ്റ്റിൽ നിങ്ങൾ സ്കൂൾ ഉണ്ടാവുക. സോ ഒഫീഷ്യൽ പ്രവൃത്തി ദിനങ്ങൾ വെറും 18ആണ്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് ലീവ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഇതിൻ്റെ സോഴ്സായി നമ്മൾ എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടറാണ്. സോ ഈ കലണ്ടർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ശനിയാഴ്ച കർക്കിടകമാണ്. ഒരു കാരണവശാൽ നിങ്ങൾക്ക് സ്കൂളോ സ്പെഷ്യൽ ക്ലാസ്സോ ഉണ്ടാവില്ല. കാര്യം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നീട് അടുത്ത ലീവ് വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് സെക്കൻഡ് സാറ്റർഡേ ആണ്. സെക്കൻഡ് സാറ്റർഡേ കേസിൽ നമുക്കറിയാം, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. എന്നാൽ നിങ്ങൾ അറിയപ്പെടാത്ത 4 നിങ്ങൾ നോക്കിക്കോളൂ. ഓഗസ്റ്റ് 15 ലീവാണ്. നിങ്ങൾ NSSO അല്ലെങ്കിൽ NCCO വളണ്ടിയറുമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവാറുള്ളൂ. നിങ്ങളെ നിർബന്ധിക്കാം, ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഒഫീഷ്യലായിട്ട് ക്ലാസ്സുകളോ സ്പെഷ്യൽ ക്ലാസ്സുകളോ ഒന്നും നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി നോക്കുകയാണെങ്കിൽ 20-ാം തീയതി, അതായത് ഒരു ചൊവ്വാഴ്ച, ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. അന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവില്ല കേട്ടോ. ഒരു കാരണവശാലും ഒഫീഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. മേ ബി നിങ്ങളുടെ മാത്സ് ടീച്ചറോ ഫിസിക്സ് ടീച്ചറോ ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചേക്കാം. നിങ്ങളുടെ ടീച്ചർ ഈ ടൈപ്പ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ടീച്ചറെ തെറിയൊന്നും പറയരുത്. ടൈപ്പാണോ, സ്പെഷ്യൽ ക്ലാസ് വെക്കുന്ന ടൈപ്പാണോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത നിങ്ങൾ നോക്കുകയാണെങ്കിൽ 26-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്തായാലും സ്പെഷ്യൽ ക്ലാസ് നടക്കാൻ പോകുന്നില്ല, ഒഫീഷ്യൽ ക്ലാസ് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ഓഫ് ആയിരിക്കും, ഉറപ്പിച്ചോ. ശ്രീനാരായണ ഗുരു ജയന്തിയുടെ കേസിൽ ഞാൻ എന്തെങ്കിലും ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അയ്യങ്കാളി ജന്മദിനമുണ്ട്. ഒഫീഷ്യലായിട്ട് ലീവോ ആണ്. അപ്പോൾ ഒഫീഷ്യൽ ക്ലാസ്സിൽ ഉണ്ടാവില്ല, പക്ഷേ സ്പെഷ്യൽ ക്ലാസ്സിന് ചാൻസ് ഉള്ള ഒരു ദിവസമാണ് ഞാൻ കാണുന്നത്. ഇനി അടുത്ത വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ മാസത്തിലെ ബാക്കി 3 ശനിയാഴ്ചകൾ നോക്കുകയാണെങ്കിൽ 17, 24, 31 സ്വാഭാവികമായിട്ടും ക്ലാസ് വെക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ അന്ന് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിക്ക് ഒഫീഷ്യൽ ക്ലാസ്സുകളില്ല. എന്നാൽ ഹൈസ്കൂളിലുണ്ട് താനും. അതായത് നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തികൾക്കും, അതായത് 10ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ 17, 24, 31 യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകണം. അന്ന് ഫുൾ ഡേ ക്ലാസ്സാണ്. എന്നാൽ +1, +2 കുട്ടികൾക്ക് അന്ന് ക്ലാസ്സും ഇല്ല. അപ്പോൾ ഒഫീഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ സൺഡേ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സൺഡേയും കൂടി കൺസിഡർ ചെയ്യുകയാണ്. ആൻഡ് ഒരു ശനിയാഴ്ചകളും നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 18 ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഏറ്റവും അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 18 ദിവസങ്ങളിൽ ബാക്കി ദിവസങ്ങൾ, അതായത് 12 ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠനത്തിന് ക്രമീകരിക്കാം, വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ടൈം ടേബിൾ വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ റിക്വസ്റ്റ് പറയാൻ നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ. ഇനി അടുത്ത കാര്യം, ഇതിൻ്റെ പഠനം നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയാലും അടുത്ത മാസത്തിൽ നമുക്ക് 4-ാം തീയതി ആയിരിക്കും നമ്മളുടെ ഓണപ്പരീക്ഷയുടെ ഡേറ്റ്. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളെ കാണാം. സോ സ്കൂളില്ല എന്ന് വെച്ച് നിങ്ങൾ കളിക്കാൻ പോകരുത്. പ്രോപ്പറായിട്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്ററോ വിട്ടുപോയ ചാപ്റ്ററോ ഒന്ന് റിവൈസ് ചെയ്യുക. അത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് കൂടി ഗോ ത്രൂ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ബൈ.